ബി.ജെ.പി. കണ്ണൂരിലെ ചെങ്കോട്ടയിൽ മട്ടന്നൂർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിലും CPM-ന്റെ ചെങ്കോട്ടയിൽ വെളിയനാടും ബി.ജെ.പിക്ക് നേട്ടം. തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നിർണായകമായ നേട്ടം. 10 സീറ്റ് വീതം LDF-ഉം UDF-ഉം നേടിയെങ്കിലും മട്ടന്നൂർ നഗരസഭയിൽ ബി.ജെ.പി. ആദ്യമായി സീറ്റ് നേടി. ഒരു മാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെയാണ് ബി.ജെ.പിക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ നേട്ടമുണ്ടായിരിക്കുന്നത്. മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് UDF-ൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് വാർഡ് LDF-ൽ നിന്നുമാണ് ബി.ജെ.പി. പിടിച്ചെടുത്തത്. ഏതായാലും മട്ടന്നൂരിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബി.ജെ.പി. പൂവച്ചലും കുട്ടനാടും മിന്നുന്ന ജയം. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി A. മധുസൂദനൻ വിജയിച്ചു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ബി.ജെ.പി. പിടിച്ചെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലെ കോവിൽവിള വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി K. രജനി വിജയം സ്വന്തമാക്കി. കുട്ടനാട്ടിലെ വെള്ളിയനാട് പഞ്ചായത്ത് 8-ാം വാർഡ് കിടങ്ങറ ബസാർ തെക്ക് ബി.ജെ.പിയുടെ സുഭാഷ് പറമ്പിശ്ശേരിയാണ് വിജയം കൊയ്തത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ബി.ജെ.പി. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിന്റെ മണ്ണിൽ ബി.ജെ.പിക്ക് ചരിത്ര വിജയം തന്നെയാണ് മധുസൂദനൻ നേടിക്കൊടുത്തിരിക്കുന്നത്. തിളക്കമാർന്ന വിജയം തന്നെയാണ് ബി.ജെ.പി. അവിടെ നേടിയത്. മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ബി.ജെ.പിയുടെ കന്നി വിജയമാണിത്. കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. എങ്കിലും നിസ്സാര വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയായിരുന്നു. വെറും 12 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് സീറ്റ് സ്വന്തമാക്കിയത്. ഇതാണ് 72 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. പിടിച്ചെടുത്തത്. UDF കൗൺസിലറായിരുന്ന KV പ്രശാന്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ബി.ജെ.പി. സ്ഥാനാർത്ഥി A. മധുസൂദനന് 395 വോട്ട് ലഭിച്ചു. രണ്ടാമതെത്തിയ UDF സ്ഥാനാർത്ഥി KV ജയചന്ദ്രൻ 323 വോട്ടാണ് നേടിയത്. 3-ാം സ്ഥാനത്തൊതുങ്ങിയ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അമൽമണിക്ക് വെറും 103 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്.